നിയന്ത്രണ വിധേയമാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉടനുണ്ടാകും. സംഭവത്തെപ്പറ്റി സെൻട്രൽ പോലീസ് അന്വേഷിക്കും. ഗോഡൌണിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള പറഞ്ഞു. കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമായതിനാൽ കെട്ടിടത്തിന്റെ സമീപത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അകത്തേക്ക് കടക്കാൻ സംഘത്തിന് സാധിക്കുന്നില്ല. റബ്ബർ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനെങ്കിലും സാധിച്ചത്. ഇനി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഇനിയും അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വാർത്തകളിലൂടെ, TV ചാനലുകളിലുള്ള വാർത്തകളിലൂടെയാണ് ഈ വിഷയം അറിഞ്ഞതും ഉടനെ തന്നെ ഒരു ഏകദേശം 1-1.5 മണിക്കൂർ മുമ്പിൽ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള കെട്ടിടത്തിൻ്റെ പ്രദേശത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചതും. ഇവിടെ വന്നപ്പോൾ വല്ലാതെ ആളുന്ന തീ, അതായത് പുറത്തു നിന്ന് ഒരു വശത്ത് നിന്ന് അണയ്ക്കുമ്പോൾ മറുവശത്തു കൂടി കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ആളുന്ന തീയും അതുകൊണ്ടുണ്ടാകുന്ന വലിയ കറുത്ത പുകയുമാണ് കാണാനായിട്ട് സാധിച്ചത്. ആ തീപിടുത്തം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെട്രോ നിർമ്മാണം ഈ മെയിൻ റോഡിൽ നടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കുന്നതിലേക്ക്, പ്രത്യേകിച്ച് കളത്തിൽപ്പറപ്പിൽ റോഡിലേക്ക് കടക്കുന്നതിനെ ഒരു ചെറിയ തടസ്സം നേരിട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലത്തെ മറ്റ് വ്യാപാരികളും ഒക്കെ സൂചിപ്പിച്ചത്. ആളുകളെ തീ ചെറുതായിട്ട് കണ്ട സമയത്ത് തന്നെ ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളെ ആദ്യം മാറ്റുകയും സമീപത്ത് തന്നെയുള്ള ഫ്ലാറ്റ് പോലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന വീടുകളിൽ നിന്നും അതുപോലത്തെ ആ പ്രദേശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ പുറത്തിറക്കി പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറിഞ്ഞത്. ആളപായം തൽക്കാലമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് ചെരുപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും റബ്ബറും ഫോമും അതുപോലെ തന്നെ ചെരുപ്പുകൾ തന്നെയും ഒരുപാട് സ്റ്റോക്ക് ഇരുന്നതുകൊണ്ട് ആ സ്റ്റോക്ക് വളരെ അധികം ഉള്ളതുകൊണ്ട് തീപിടുത്തം വളരെ വലുതായി എന്നുള്ള താഴത്തെ നിലയിൽ കണ്ട ചെറിയ തീയ മേലെയുള്ള നിലകളിലേക്കൊക്കെ പടർന്നു കയറുകയും മുകൾ നില വരെ കത്തി അമരുന്ന ഒരു ദൃശ്യമാണ് ഇത്രയും നേരം ഇവിടെ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ കെട്ടിടം നിലകൊള്ളുന്ന വഴി വളരെ വീതി കുറഞ്ഞതാണ്. അപ്പോൾ ആളുകളും ഇങ്ങനെ ഒരു ആപത്തുണ്ടാവുമ്പോൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ദൃക്സാക്ഷികളാവാൻ ഇവിടെ ഓടിയെത്തുന്ന കാഴ്ചക്കാർ അവരുടെ എല്ലാവരും കൂടി തടിച്ചു കൂടിയത് കൊണ്ടുകൂടി വാഹനങ്ങൾ അകത്തേക്ക് വരുന്നതിനും പോകുന്നതിനും ആദ്യഘട്ടത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ പിന്നീട് പോലീസ് വന്നിട്ട് അത് നിയന്ത്രിച്ച് ആളുകളെ എല്ലാവരെയും ഒരു ബെൽറ്റ് കെട്ടി അതിനപ്പുറത്തേക്ക് നീക്കം ചെയ്തുകൊണ്ട് വാഹനത്തിന് സുഗമമായിട്ട് പോകാനുള്ള ഒരു വഴി ഒരുക്കി അത് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിൻ്റെ വെഹിക്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് സ്കൈ ലിഫ്റ്റ് പോലെയുള്ള യന്ത്ര സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം BPCLൻ്റെ കൂടി സഹായം, അവർക്ക് കൂടി കുറേ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് അവരുടെ കയ്യിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ BPCLൻ്റെ കൂടി സഹായം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒരു സൂചനയാണ്. ഇനി ഭാവിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ ആളുകൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബിൽഡിംഗ് റൂൾസ് കർശനമായിട്ടും പാലിക്കാനായിട്ട് ചെയ്യുന്ന വ്യക്തികൾ, നിർമ്മാണത്തിന് അനുമതി വാങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം തുടക്കത്തിൽ ഇവരിതെല്ലാം നോക്കി ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷനും കഴിഞ്ഞ് നമ്പർ ഇട്ട് പോയതിന് ശേഷം പിന്നീട് പലപ്പോഴും സുരക്ഷകളിൽ പാളിച്ച വരുന്നത് പലപ്പോഴും തുറസായി ഇടേണ്ട സ്ഥലങ്ങൾ അടച്ചുകെട്ടി മറ്റു ഉപയോഗങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ വാടകയ്ക്കൊക്കെ ആയിട്ട് നൽകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കർശനമായിട്ട് പാലിക്കണം. മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ കർശനമായിട്ടുള്ള ചെക്കിങ് നടത്തണം. കാരണം പീരിയോഡിക്കൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാവുകയുള്ളൂ. ആദ്യത്തെ തുടക്കത്തിൽ കൊടുക്കുന്ന ആ ഒരു പെർമിറ്റ് കൊടുക്കുന്ന സന്ദർഭത്തിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള പോകുന്ന വർഷങ്ങളിൽ അത് കുറഞ്ഞു വരുന്നതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങൾ പലയിടത്തും പാലിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഭാവിയിലേക്ക് ഈ വക കാര്യങ്ങൾക്ക് ഒരു കർശനമായിട്ടുള്ള ചെക്കിംഗ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഈ കാര്യത്തിൽ നന്നായി സഹകരിച്ചു പോകണം എന്നുള്ളത്
ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇതിന് യഥാർത്ഥ നിർമ്മാണ അനുമതി കൊടുത്തതിൽ നിന്ന് വിഭിന്നമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. ചട്ടങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ തുടക്കത്തിൽ പാലിച്ചിരുന്ന ചട്ടങ്ങൾ കംപ്ലീഷൻ കിട്ടി നമ്പർ ഇട്ടതിന് ശേഷം വീണ്ടും അടച്ചു കെട്ടിയിട്ട് പല സ്ഥലങ്ങളിലും പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ചുറ്റോട് ചുറ്റും കടന്നു പോകാനുള്ള ആ ഒരു സാഹചര്യമൊക്കെ പിന്നീട് അടച്ചു കെട്ടി കമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് വലിയ അബദ്ധം. എന്ന് വെച്ചാൽ ആപത്തുണ്ടാവുമ്പോൾ വാഹനം വരാനും വെള്ളം കൊണ്ട് നനച്ച് അത് കെടുത്താനും പ്രത്യേകിച്ച് തീപിടുത്തമാകുമ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങളും ആക്സസ് വളരെയധികം കുറഞ്ഞു പോവുകയാണ്. ചുറ്റും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, 2 സൈഡിൽ കൂടിയാണ് വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 3ാമതും 4ാമതുമുള്ള വശങ്ങളിലേക്ക് പോകാനായിട്ട് റോഡ് മാർഗമോ കെട്ടിടത്തിന് ചുറ്റുമുള്ള സ്ഥലമാണ്. ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരാണ് ഏറ്റവും കാര്യക്ഷമമായിട്ട് എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനേക്കാളും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. അവരവരുടെ സേഫ്റ്റി പോലും നോക്കാതെ വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫയർഫോഴ്സ്. അപ്പോൾ അവർക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളോ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് മെട്രോ സിറ്റി ആയിട്ടൊക്കെ വളരുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ പലപ്പോഴും ഹൈറൈസ് ബിൽഡിങ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ ഈ സിറ്റിയിൽ പലതരത്തിലുള്ള ഇത്തരം ദുരന്തങ്ങളും സംഭവിക്കാനിടയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണം